أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم يصهر به ما في بطونهم والجلود ولهم مقامع من حديد كلما أرادوا أن يخرجوا منها من غم أعيدوا فيها وذوقوا عذاب الحريق. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹജ്ജിലെ 18 മുതൽ 5 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. ألم تر, നീ കണ്ടില്ലേ, താങ്കൾ കണ്ടില്ലേ, അന്നല്ലാഹ യസ്ജുദു ലഹു, തീർച്ചയായും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത്, മൻ ഫിസ് സമാവാത്തി, ആകാശത്തിലുള്ളവയെല്ലാം, വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവയെല്ലാം, ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് താങ്കൾ കാണുന്നില്ലേ. വശംസു, സൂര്യനും, വൽ ഖമറു, ചന്ദ്രനും, വൻ നുജൂമു, നക്ഷത്രങ്ങളും, വൽ ജിബാലു, പർവ്വതങ്ങളും, വശജറു, മരങ്ങളും, വദ്ദവാബു, മൃഗങ്ങളും, വഖസീറും മിനന്നാസി, ജനങ്ങളിൽ ഒരുപാട് പേരും, ഇവയെല്ലാം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് താങ്കൾ കാണുന്നില്ലേ. വഖസീറുൻ ഹഖ അലൈഹിൽ അദാബു, മറ്റ് ഒരുപാട് പേർ, അവർക്ക് ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. വമൻ യുഹിനില്ലാഹു, ആരെയെങ്കിലും അള്ളാഹു നിന്ദിച്ചാൽ, ഫമാ ലഹു മിൻ മുക്രിമിൻ, അവനെ ആദരിക്കാൻ ആരുമുണ്ടാവുകയില്ല. ഇന്നല്ലാഹ യഫ്അലു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നവനാണ്. ഹാദാനി ഖസ്മാനി, ഈ രണ്ട് എതിർവിഭാഗങ്ങൾ, യഖ്തസമു ഫീ റബ്ബിഹിം, അവർ അവരുടെ റബ്ബിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് എതിർവിഭാഗങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, റബ്ബിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, ഖുത്തിയത്ത് ലഹും സിയാബും മിൻ നാരിൻ, അവർക്ക് നരകത്തിൻ്റെ വസ്ത്രം അവർക്ക് മുറിച്ചു കൊടുക്കുന്നതാണ്. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, യുസബ്ബു ചൊരിയുന്നതാണ്, ഫൗഖ മിൻ ഫൗഖി റൂസിഹിം, അവരുടെ തലക്ക് മുകളിലൂടെ, അൽ ഹമീം, അതിചൂടുള്ള വെള്ളം, യുസ്ഹറു ബിഹി മാഫി ബുത്തൂനിഹിം, അവരുടെ വയറിനുള്ളിലുള്ളതെല്ലാം തന്നെയും വെന്തുപോകും. അതുകൊണ്ട് യുസ്ഹറു, വെന്തുപോകും, ബിഹി, അതുകൊണ്ട്, മാഫി ബുത്തൂനിഹിം, അവരുടെ വയറിലുള്ളതെല്ലാം, വൽ ജുലൂദ്, അതേപോലെ തന്നെ അവരുടെ തൊലിയും ഇത് മുഖേന വെന്തുപോകും. വലഹും മഖാമിഉ മിൻ ഹദീദ്, അവർക്ക് ഇരുമ്പിൻ്റെ ദണ്ടുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്.
ഇരുമ്പിൻ്റെ ദണ്ടുകൾ അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹ, അവർ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം, കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹ, അവർ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം, മിൻ ഗമ്മിൻ, ദുഃഖം കൊണ്ട്, ദുഃഖം കാരണത്താൽ, വഈദു ഫിഹ, അവരതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരപ്പെടും. വദൂഖുൽ വദൂഖുൽ വദൂഖു അദാബൽ ഹരീഖ്, വദൂഖു, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷ, കരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുകയും ചെയ്യുക. ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ 2 തിലാവത്തിൻ്റെ സുജൂദുകളാണ് ഈ സൂറത്തിലുള്ളത്. അതിലാദ്യത്തേതാണ് ഈ 18ാമത്തെ ആയത്ത്. ഇത് ഓതുമ്പോൾ സുജൂദ് ചെയ്യണം. അതിനുവേണ്ടി നേരത്തെ വുളു എടുത്ത് തയ്യാറായി വേണം ഓതാൻ. അള്ളാഹുവിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ഇതിൽ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അലം തറ, നീ കാണുന്നില്ലേ, അല്ലെങ്കിൽ താങ്കൾ കാണുന്നില്ലേ? പ്രവാചകരോടാണ് ചോദിക്കുന്നത്. പ്രവാചകരോട് ചോദിക്കുന്നു എങ്കിലും പ്രവാചകന് ഉത്തരം പറയാൻ പറ്റുന്ന രൂപത്തിലുള്ളതല്ല ഈ ചോദ്യം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് ആകാശത്തുള്ളത് മുഴുവൻ സുജൂദ് ചെയ്യുന്നതും ഭൂമിയിലുള്ളത് മുഴുവൻ സുജൂദ് ചെയ്യുന്നതും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സുജൂദിനെ സംബന്ധിച്ചൊന്നും സ്വന്തം നിലക്ക് അറിവുള്ളയാളല്ല, അള്ളാഹു പറഞ്ഞാലല്ലാതെ. അതേപോലെ നക്ഷത്രങ്ങളും പർവ്വതങ്ങളും മരങ്ങളും ജന്തുക്കളും കുറേ ജനങ്ങളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. ഈ സുജൂദ് എന്ന് പറയുന്നത് നിലത്ത് അമർന്ന് നമ്മൾ സാധാരണ പറയുന്ന സുജൂദ് തന്നെ ആവണമെന്നില്ല. അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അവ തയ്യാറാകുന്നു, അഥവാ അള്ളാഹിൻ്റെ വിധിക്കനുസരിച്ചുകൊണ്ട് അവ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു എന്താണോ പറഞ്ഞത് അത് മാത്രം അവ അനുസരിക്കുന്നു. ജനങ്ങളിൽ ഒരു വിഭാഗവും അങ്ങനെ ചെയ്യുന്നു. മറ്റൊരു വിഭാഗം ആളുകൾ വകസീറുൻ മിനന്നാസ് വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്, എന്നാൽ മറ്റൊരു വിഭാഗം കുറേ അധികം ആളുകൾ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വിഭാഗം, വലിയൊരു വിഭാഗം, അതിൻ്റെ കൂടെ അള്ളാഹു പറഞ്ഞത് എതിർക്കുന്ന മറ്റൊരു വിഭാഗം, അനുസരിക്കാത്ത മറ്റൊരു വിഭാഗം. എന്നിട്ട് അള്ളാഹു പറയുന്നു വമൻ യുഹിനില്ലാഹു, ആരെങ്കിലും അള്ളാഹു നിന്ദിക്കുകയാണെങ്കിൽ വമാലഹു മിൻ മുക്രിമിൻ, അവനെ ആദരിക്കാൻ ആരുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെയോ ഒരു വിഭാഗത്തെയോ നിന്ദിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, അവരെ ആദരിക്കാൻ ആരും ഉണ്ടാവില്ല. മാത്രമല്ല ഇന്നല്ലാഹ യഫ്അലു മാ യശാ, അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അതവൻ ചെയ്യും. അള്ളാഹുവിൻ്റെ മേൽ ആർക്കെങ്കിലും നിർബന്ധം ചെലുത്താനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയാൽ മതി എന്ന രൂപത്തിൽ അള്ളാഹുവിനൊരു നിയമനിർദ്ദേശം നടക്കാനോ ഒന്നും ആർക്കും സാധ്യമല്ല. പടച്ചോൻ എന്താ ഉദ്ദേശിച്ചത് അതേ നടക്കും. അള്ളാഹു ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, നിന്ദിക്കാൻ ഉദ്ദേശിച്ചാൽ ആ നിന്ന അവർക്ക് അനുഭവിച്ചേ പറ്റൂ എന്നർത്ഥം. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയാണ് ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫി റബ്ബി, എതിരി വിഭാഗമായിട്ടുള്ള 2 വിഭാഗം ആളുകൾ അവർ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ, റബ്ബിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലദീന കഫറു ഖുത്തിയത് ലഹും സിയാബും മിൻ നാരിൻ യുസബ്ബഹു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, സത്യനിഷേധികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെ ഒരു വസ്ത്രം അണിയിപ്പിച്ചു കൊടുക്കും. മാത്രമല്ല തലക്ക് മുകളിലൂടെ ചൂടുള്ള വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. ഈ 2 വിഭാഗം ആളുകൾ ആരാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏതായാലും മിക്കവാറും തെളിഞ്ഞു വരുന്നത് വേദക്കാരായ ആളുകളാണ്, ജൂത ക്രിസ്തീയ വിഭാഗത്തിലുള്ള ആളുകൾ. അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വന്നിട്ടുള്ളത്, ആദ്യം ഗ്രന്ഥം കിട്ടിയത് ഞങ്ങൾക്കാണ്, ഞങ്ങളാണ് നിങ്ങളെക്കാൾ മേലെയുള്ളത്, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പകർത്തിയതാണ്. ഇങ്ങനെ അവർ മേൽക്കൈ നേടാനുള്ള ശ്രമം നടത്തുക, അള്ളാഹിൻ്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു ഞങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ലഭിച്ചത്, ഇത് കിട്ടിയോട് കൂടിയിട്ട് മറ്റുള്ളതെല്ലാം തന്നെ
കാലഹരണപ്പെട്ട് പോവുകയാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് അതിന് യാതൊരു വിധത്തിലുള്ള മൂല്യവുമില്ല എന്ന് അവർ പറയുകയും ചെയ്യാം. ഇനി ഈ രണ്ട് വിഭാഗം ആളുകളും തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നതായി നമുക്ക് കാണിച്ചു തരാം. സത്യനിഷേധികളായ ആളുകൾക്ക് അള്ളാഹു കഠിനമായ ശിക്ഷ, അതായത് അവർക്ക് നരകത്തിൻ്റെ വിരിപ്പ്, നരകത്തിൻ്റെ പുതപ്പ്, നരകം കൊണ്ടുള്ള വസ്ത്രം, അതോടൊപ്പം തലയിലേക്ക് എല്ലാ സമയത്തും വെള്ളം, അങ്ങേയറ്റം ചൂടുള്ള വെള്ളം തലയിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നതായും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ വെള്ളം തലയിലേക്ക് ഒഴിച്ചാൽ തന്നെ വയറ്റിലുള്ളത് മുഴുവൻ വെന്തു പോകുന്നു. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ അവരുടെ തൊലിയും വെന്തു പോകുന്നതാണ്. അതിന് പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുമ്പിൻ്റെ ദണ്ടുകൾ അവർക്ക് വേണ്ടി അവരെ അടിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ആ ദണ്ടെങ്ങാനും ഈ ഭൂമിയിലേക്ക് വീണാൽ ഇവിടെയുള്ള ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാവരും നശിച്ചു പോകുമായിരുന്നു. അത്രയും ഭയങ്കരമായ ദണ്ട് അവരെ ഒതുക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് എന്നുകൂടി അള്ളാഹു ഇവിടെ വ്യക്തമാക്കുക. ആ നരകത്തിൻ്റെ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ, പ്രത്യേകിച്ച് ആ ദുഃഖം, ഞാനിതിൽ ആപതിച്ച് പോയല്ലോ, പെട്ടുപോയല്ലോ എന്ന ആ ഒരു വിഷമം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെന്തൊക്കെ തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയാലും അതൊക്കെ തന്നെ പരാജയപ്പെടുകയാണ്. വീണ്ടും വീണ്ടും അവരെ നരകത്തിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നർത്ഥം. വദൂഖു അദാബൽ ഹരീഖ്, കത്തിക്കരിയുന്ന ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നവരോട് പറയുകയും ചെയ്യും. അപ്പോൾ വിശ്വാസി സമൂഹവും അവിശ്വാസി സമൂഹവും തമ്മിൽ രണ്ട് രൂപത്തിൽ തന്നെയാണ്. വിശ്വാസികൾ അള്ളാഹു പറയുന്നത് കേട്ട് അവർ നന്മ പരമാവധി ചെയ്യാനുള്ള ശ്രമം നടത്തും. മറ്റുള്ള ആൾക്കാരാകട്ടെ തർക്കിക്കാനും അതുപോലെ തന്നെ അള്ളാഹിൻ്റെ ദീനിനെ അവമതിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള ആദരവും ഉണ്ടാവും. നിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിന്ന മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം. ഇത് പക്ഷേ ഉൾക്കൊള്ളാൻ അധിക ജനങ്ങളും തയ്യാറാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളാൻ സംഗതി പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് പടച്ച തമ്പുരാനെ മാത്രം കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം സഹായിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.